ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ഉള്ളതാണ്. രാവിലെ തന്നെ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. കാരണം എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ്. 1.5 വർഷത്തിലേറെയായ ഉപ്പ പോയിട്ട്. എൻ്റെ ഇപ്രാവശ്യം നമ്മൾ എയർപോർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ വല്യുപ്പാനായിരുന്നു. ഏറെ മരിച്ചതിന് ശേഷം എൻ്റെ ഉപ്പ ആദ്യമായിട്ട് വരികയാണ്. ഈ മരണമൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ചില മൊമെൻറ്റ്സിൽ നമുക്ക് ചിലവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എൻ്റെ ഉപ്പ 35 വർഷമായിട്ട് പ്രവാസിയാണ്. സോ ഇനി പ്രവാസ ജീവിതം നിർത്തിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് പോരുകയാണ്. ആ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് ഇപ്രാവശ്യത്തെ വരവിന്. ഞങ്ങൾ മക്കളെക്കാളും എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെയാണ് ഇവർ പേരമക്കൾക്ക്. ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെയൊക്കെ ഈ ഒരു പ്രായം ആലോചിക്കേനി. ഞങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിൽ എൻ്റെ ഉപ്പ വരുമ്പോൾ എങ്ങനെ വെച്ചാൽ എൻ്റെ ഉപ്പ ഇതുപോലെ അന്നും ഇതേപോലെ സന്തോഷത്തിൽ തന്നെ ആയിരിക്കും വരിക. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവരിപ്പോൾ ഡെയിലി ഒരു മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും എൻ്റെ ഉപ്പാനെ കാണുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ. എൻ്റെ ഉപ്പ അവർക്ക് വാങ്ങി വെച്ച സാധനങ്ങൾ കാണിക്കും, കടയിലുള്ള സാധനങ്ങൾ ഇത് വരുമ്പോൾ കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞ് കാണിക്കും. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരും കാണിച്ചു കൊടുത്തിട്ട് ഇവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളെ ഈ പ്രായത്തിൽ ഇതുപോലെ നമ്മൾ കൊണ്ടുവരാനൊക്കെ അന്നും ഇതുപോലെ എല്ലാവരും പോണ സമയത്ത് ഇങ്ങനെ വരുമായിരിക്കും. ഓരോരുത്തർ വരുന്ന സമയത്ത് അതാ വരുന്നതെന്ന് പറഞ്ഞ് കാണിച്ചു തന്നാൽ ഇവർ പോകുമ്പോൾ ഓടി നമ്മൾ പോവില്ല. കാരണം നമുക്ക് ഇവരെ കണ്ട് അങ്ങനെ പരിചയം ഉണ്ടാവില്ല. ഫോണിലൂടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുള്ളൂ. ഒരു 2 വർഷം കൂടുമ്പോൾ കേൾക്കാരം വരിക, അല്ലെങ്കിൽ ഇതുപോലെ 1.5 വർഷം കൂടുമ്പോൾ ഒക്കെ വരുമ്പോൾ അങ്ങനെ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഇവർ എക്സ്പ്രസ് ചെയ്യും പോലെ നമുക്ക് ആ ഒരു വരുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വീട്ടിലെത്തി ഒരു 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ആൾ തിരിച്ചു പോവും. പിന്നെ ഇതുപോലെ ഒരു 1.5 വർഷം 2 വർഷം കൂടുമ്പോഴേക്കാരും വരിക. ആരെ സമയത്തും നമുക്ക് കാണലുണ്ടാവില്ല, ഫോണിലൂടെ സൗണ്ടേ കേൾക്കുള്ളൂ. ഇപ്പോൾ ഇവരങ്ങനെയല്ല, ഇവർ ഡെയിലി കാണുകയല്ലേ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തി പെട്ടിയൊക്കെ പൊട്ടിച്ച് ഇതുമൊക്കെ കുറേ ടോയ്സൊക്കെ ഉണ്ട്. ഒരു ഫാനുണ്ട്, എയർപ്ലെയിൻ ഉണ്ട്, പിന്നെ ഒരു മുട്ടയിടുന്ന കോഴിയുണ്ട്. പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ചോക്ലേറ്റ്സും മറ്റ് പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓള് ആ ഒരു ത്രില്ലിലാണ്. ഇങ്ങനെ ധുവനെ ഓറൽ ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫോണിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലൊന്ന് കയറി നോക്കിയ സമയത്താണ് എത്ര സബ്ബായി നോക്കുമ്പോഴാണ് ഞാനത് അറിഞ്ഞത്. എൻ്റെ യൂട്യൂബ് ചാനൽ പോയി. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ കരുതിയത് എന്തോ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വെച്ച്. പിന്നെയാണ് മനസ്സിലായത് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്, എൻ്റെ ചാനൽ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ചാനലൊന്നും കിട്ടൂല, അത് പോയി എന്ന് തന്നെ കരുതി. ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് പോട്ടെ. എന്തായാലും അത് എല്ലാം കൂടെ ആയിട്ട് കുറച്ച് ബിസി ഇനി എന്തായാലും അതൊന്നും വേണ്ട എന്നുള്ള മൂഡായി. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ചാനൽ പോയതൊന്നും ആരോടും പറഞ്ഞില്ല. കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഓരോരുത്തരിങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഫോളോ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കൂടിയതാണ്. രാത്രി എല്ലാവരും കൂടെ എനിക്ക് സർപ്രൈസായിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചാനൽ പോയല്ലോ, എത്രയും ദിവസം കഷ്ടപ്പെട്ട് വെറുതെ ആയല്ലോ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു പണിയാണ്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ യൂട്യൂബിന് ജസ്റ്റ് മെയിലൊക്കെ അയച്ച് അങ്ങനെ അൽഹംദുലില്ലാഹ് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടി. ആൻഡ് വെരി 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 താങ്ക്സ് ടു ഓൾ സപ്പോർട്ടിങ് ഗേസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.